ഇറാൻ ഭരണകൂടത്തിനെതിരെ പ്രതിഷേധിക്കുന്നവരെ ആക്രമിച്ചാൽ അതിശക്തമായി തിരിച്ചടിക്കുമെന്ന് ഡൊണാൾഡ് ട്രംപ്. സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണെന്നും അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞു. 14ാം ദിവസവും ഭരണകൂട വിരുദ്ധ പ്രക്ഷോഭങ്ങൾക്ക് ഇറാനിൽ ശമനമില്ല. അതേസമയം പ്രതിഷേധിക്കുന്നവരെ ആക്ഷേപിക്കുകയാണ് പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമനേയി. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ പ്രസാദിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു കൂട്ടം നശീകരണക്കാർ എന്നാണ് വിമർശനം. പ്രതിഷേധങ്ങളെ തടയാൻ ഇന്റർനെറ്റ് വിലക്ക് അനിശ്ചിതകാലത്തേക്ക് തുടരുകയാണ്. അഭിലാഷ് രാധാകൃഷ്ണൻ വിവരങ്ങളുമായി. അഭിലാഷ്, പ്രക്ഷോഭം എന്നതിൽ നിന്ന് മാറി ഒരു കലാപ സാഹചര്യത്തിലേക്ക് ഇറാനിലെ പലയിടത്തും കാര്യങ്ങൾ കൈവിട്ടു പോകുന്നതിനിടെ ഈ പ്രകോപനപരമായ പ്രസ്താവനകൾ തുടരുകയാണ്. ജനങ്ങൾ അവരുടെ പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ട്, വിലക്കയറ്റം ഉൾപ്പെടെ സാധാരണ മനുഷ്യന് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നടത്തുന്ന പ്രതിഷേധത്തെ അമേരിക്കയുടെ പിന്തുണയോടെയുള്ള സമരം എന്നാണ് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. അമേരിക്കയുടെ ഒരു ഇടപെടൽ ഉണ്ടാകാനുള്ള സാധ്യത എത്രത്തോളമാണ്? നിലവിൽ ഇറാനിലെ സാഹചര്യങ്ങൾ എന്തൊക്കെയാണ്? ശ്രീജ, കഴിഞ്ഞ 14 ദിവസമായി വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങളാണ് ഇറാനിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. വിവിധ പ്രവിശ്യകളിലായി നാട്ടുകാരിറങ്ങി ഭരണകൂടത്തിനെതിരെ ഖമനേയി കൊല്ലപ്പെടണമെന്നുള്ള മുദ്രാവാക്യങ്ങളടക്കം ആവർത്തിച്ചുകൊണ്ടാണ്, ഉരിയാടിക്കൊണ്ടാണ് അവർ വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾ ആ രാജ്യത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, ഇതിനിടെ 62ഓളം ആളുകളാണ് അവിടെ കൊല്ലപ്പെട്ടത്. 2300ഓളം പേർക്ക് വലിയ രീതിയിലുള്ള പരിക്കുകൾ ഏറ്റിട്ടുണ്ട്. കാരണം ഈ ജനങ്ങളും അതുപോലെ അവിടുത്തെ പോലീസും സായുധ പോലീസും പലയിടങ്ങളിലും നേരിട്ട് സംഘർഷങ്ങളിൽ ഏർപ്പെടുന്നുണ്ട്. അങ്ങനെ 62ഓളം പേർ കൊല്ലപ്പെടുന്നൊരു സാഹചര്യം. ഇതിൽ വലിയൊരു രാഷ്ട്രീയമുണ്ട്. കാരണം 1979 അവിടുത്തെ പെഹ്ലാവി ഭരണകൂടം പുറത്താകുന്നത്. അന്നത്തെ റുഹുള്ള ഖമനേയിയുടെ നേതൃത്വത്തിലുള്ള പ്രതിഷേധമാണ് ആ ഒരു സർക്കാരിനെ, അല്ലെങ്കിൽ ആ ഭരണകൂടത്തെ അട്ടിമറിച്ചത്. അതേ ഒരു കാര്യം ഇപ്പോൾ വീണ്ടും ഇവിടെ ആവർത്തിക്കുകയാണ്. അതിൽ അമേരിക്കയുടെ ഒരു പിന്തുണ ഈ പെഹ്ലാവി ഭരണകൂടത്തിന്, അല്ലെങ്കിൽ ഇവിടുന്ന് ഇപ്പോൾ അമേരിക്കയിലുള്ള റേസ പെഹ്ലാവിയും അവർക്കുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ ഇപ്പോൾ 2026 ഈ ഖമനേയിയുടെ ഭരണകൂടത്തെ അട്ടിമറിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അവരെ താഴെയിറക്കി പകരം ഷാ ഭരണകൂടം 79 പുറത്തായ മുഹമ്മദ് ഷാ പഹ്ലാവി ആ ഭരണകൂടം തിരിച്ചെത്തണം എന്നുള്ളതാണ്. പഹ്ലാവി ഡൈനാസ്റ്റിയുടെ, ഷാ ഡൈനാസ്റ്റിയുടെ ഭരണം ഇറാനിൽ തിരികെ എത്തണം എന്നുള്ളതാണ് ജനങ്ങളുടെ ആവശ്യം. ഒരുപക്ഷെ ഇത് തന്നെയാണ് അമേരിക്കയുടെ ആവശ്യം. കാരണം ആ കാലത്തിൽ തന്നെ 1953 ഈ മുഹമ്മദ് ഷാ പഹ്ലാവിയുടെ ഭരണം ഇറാനിൽ വരുന്നത്. ആ ഒരു കാലഘട്ടത്തിൽ തന്നെ ബ്രിട്ടൻ്റെയും അമേരിക്കയുടെയും പിന്തുണ ഉണ്ടായിരുന്ന ഒരു ഭരണകൂടമായിരുന്നു. പിന്നീടാണ് 79 റുഹുള്ള ഖമനേയി അവിടെ ഒരു മത ഭരണകൂടത്തെ കൊണ്ടുവരുന്നതും ആ രാജ്യം ഇപ്പോൾ ഈ 2025 വരെ ഭരിക്കുന്നത്. പിന്നീട് ഇപ്പോൾ വീണ്ടും അവിടെ അമേരിക്കയുടെ പിന്തുണയോടുകൂടി ഷാ ഭരണകൂടത്തെ കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ കഴിഞ്ഞ വർഷം തന്നെ തുടങ്ങിയിരുന്നു. ഇസ്രായേലും ഇറാനും തമ്മിലുള്ള സംഘർഷം 2025 നടക്കുമ്പോൾ ഒരിക്കൽ അമേരിക്ക ഇത്തരത്തിലൊരു ഇടപെടൽ നടത്തുകയും ഇസ്ഫഹാനിലും ഫൊർദോയിലും, ഇറാന്റെ ന്യൂക്ലിയർ പ്ലാന്റുകളായിട്ടുള്ള ഇസ്ഫഹാനിലും ഫൊർദോയിലും വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ നടത്തുകയും ചെയ്തു. ആ കാലഘട്ടത്തിൽ അയത്തുള്ള ഖമനേയെ വധിക്കാനായിട്ടുള്ള ശ്രമം അമേരിക്കയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായി എന്നുള്ള റിപ്പോർട്ടുകളും വന്നിരുന്നു. അക്കാലത്താണ് ഖമനേയി ഒളിവിൽ പോകുന്നത്. പിന്നീട് അമേരിക്ക ആ ഒരു പ്രോജക്റ്റ്, ആ ഒരു പദ്ധതി, അയത്തുള്ള ഖമനേയെ വധിക്കാനുള്ള ആ ഒരു പദ്ധതി ഉപേക്ഷിക്കുകയാണ് ഉണ്ടായത്. ഇപ്പോൾ മറ്റൊരു തരത്തിൽ ഇറാനിലെ ഭരണകൂടത്തെ അടിച്ചമർത്താനും അല്ലെങ്കിൽ ഭരണകൂടത്തെ താഴെ ഇറക്കാനുമുള്ള അമേരിക്കയുടെ ഒരു പദ്ധതി നടപ്പിലാകുന്നു. അല്ലെങ്കിൽ അവരുടെ ശ്രമം ഇപ്പോൾ ഇറാനിലെ ജനങ്ങളെ മുൻനിർത്തിക്കൊണ്ട് നടത്തുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഇറാന്റെ ഭാഗത്തുനിന്നുണ്ടാവുന്നത്. മാത്രമല്ല, അതിന് ശക്തമായ തെളിവുകളുമുണ്ട്. ഈ ഡൊണാൾഡ് ട്രംപ് അടക്കം വളരെ പ്രത്യക്ഷമായാണ് പറയുന്നത്, ഇത്തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണം, ഇപ്പോൾ ഭരണകൂടത്തിനെതിരെ നടത്തുന്ന പ്രതിഷേധങ്ങൾക്കെതിരെ അമേരിക്കയുടെ ഭാഗത്തുനിന്നുള്ള എന്തെങ്കിലും തരത്തിലുള്ള ഒരു ആക്രമണം ഉണ്ടായാൽ അമേരിക്ക നേരിട്ട് ഇടപെടും എന്ന് ഡൊണാൾഡ് ട്രംപ് ആവർത്തിക്കുകയാണ് ചെയ്യുന്നത്. അത് വലിയ രീതിയിൽ ടെഹ്റാനിലടക്കം വലിയ രീതിയിൽ ആക്രമണങ്ങൾ നടത്താനുള്ള ഒരു സാധ്യതയുണ്ടെന്നുള്ള കാര്യം കൂടി ഡൊണാൾഡ് ട്രംപ് പ്രത്യക്ഷമായി തന്നെ മാധ്യമങ്ങളോട് പറയുന്ന ഒരു സാഹചര്യമുണ്ട്. അതായത് ഇറാനിൽ തങ്ങൾ ഇടപെടും എന്ന് കൃത്യമായി തന്നെ ഡൊണാൾഡ് ട്രംപ് പറയുന്നുണ്ട്. അവിടെ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാണ് ഈ ഇപ്പോൾ നടക്കുന്ന പ്രതിഷേധത്തിന് അമേരിക്കയുടെ പരസ്യമായും അതുപോലെ തന്നെ രഹസ്യമായുമുള്ള പിന്തുണ ഉണ്ട് എന്നുള്ള കാര്യം ഇക്കാര്യത്തിൽ വ്യക്തമാണ്. നമുക്കറിയാം, വെനസ്വേലയിൽ അമേരിക്ക നടത്തിയ അതേ ഓപ്പറേഷൻ തന്നെ ഇറാനിൽ നടത്തുമോ എന്നുള്ള കാര്യങ്ങൾ ലോകം തന്നെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതിനിടെയാണ് അയത്തുള്ള ഖമനേയി ഇപ്പോൾ റഷ്യയിലേക്ക് കടന്നു കളയാനുള്ള ഒരു സാധ്യത ഉണ്ട് എന്നുള്ള ചില റിപ്പോർട്ടുകൾ വരുന്നതും ആ റിപ്പോർട്ടുകളെ തള്ളി ഖമനേയി തന്നെ രംഗത്തെത്തുന്ന ഒരു സാഹചര്യമുണ്ട്. മാത്രമല്ല, ഇപ്പോൾ ഈ പ്രതിഷേധക്കാർക്കെതിരെ ആ രാജ്യത്ത് നടക്കുന്ന പ്രക്ഷോഭങ്ങളെ ഒന്ന്
സമവായത്തിലെത്തിക്കാൻ ശ്രമിക്കുന്നതിന് പകരം അവിടുത്തെ ജനങ്ങളെ അല്ലെങ്കിൽ ആ പ്രതിഷേധക്കാരെ ശക്തമായി വിമർശിക്കാനും ആക്ഷേപിക്കാനുമാണ് ഇപ്പോൾ ആയത്തുള്ള ഖമനയി ശ്രമിക്കുന്നത്. കാരണം ഈ പ്രതിഷേധക്കാരോട് സംസാരിച്ചിട്ടൊന്നും കാര്യമില്ല. അവർ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ പ്രസാദിപ്പിക്കാൻ നടത്തുന്ന ചില പരിപാടികൾ മാത്രമാണ് ഇപ്പോൾ ഇറാനിലെ തെരുവുകളിൽ നടത്തുന്നത് എന്നുള്ള വലിയ രൂക്ഷമായ വിമർശനമാണ് ഈ പ്രതിഷേധക്കാർക്കെതിരെ ആയത്തുള്ള ഖമൈനി നടത്തിയിരിക്കുന്നത്. ഇവരെ ഒന്നും എന്തെങ്കിലും അവർക്ക് അവിടെ പ്രതിഷേധിക്കാനുള്ള അവകാശമുണ്ടെന്നുള്ള കാര്യത്തിലൊന്നും ഖമനയി വലിയ വകവയ്ക്കുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതേസമയം മസൂദ് പസഷ്കിയൻ ഇറാന്റെ പ്രസിഡന്റ് പറയുന്നത് രാജ്യത്ത് ചില സാമ്പത്തികമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ നേരിടുന്ന ഒരു സാഹചര്യത്തിൽ സ്വാഭാവികമായിട്ടുള്ള പ്രതിഷേധം ആളുകൾക്കിടയിൽ ഉണ്ടാകുന്നുണ്ട്. എന്നാൽ അതിനിടയിൽ തന്നെ കുറച്ച് ആളുകൾ അമേരിക്കയുടെ പണം പറ്റിക്കൊണ്ട് ഇറാനെതിരെ ചില ആളുകൾ നടത്തുന്ന പരിപാടികൾ കൂടി ഇതിനിടയിൽ നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം കൂടി മസൂദ് പസഷ്കിയൻ പറയുന്നുണ്ട്. അതായത് പരമോന്നത ഭരണാധികാരിയായിട്ടുള്ള ആയത്തുള്ള ഖമനയി പറയുന്നതും അതുപോലെ പ്രസിഡന്റ് മസൂദ് പസഷ്കിയൻ പറയുന്നതും രണ്ടും ഒരാൾ മിതമായിട്ടുള്ള രീതിയിൽ ഇടപെടുമ്പോൾ മറ്റൊരാൾ എക്സ്ട്രീമിസ്റ്റ് രീതിയിലുള്ള ഒരു നിലപാടുകളാണ് ഈ ഒരേ വിഷയത്തിൽ തന്നെ പറയുന്നതെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. എന്തായാലും ഡൊണാൾഡ് ട്രംപ് ഈ കാര്യത്തിൽ ഇറാനിലേക്ക് എന്തായാലും ഇടപെടുമെന്നുള്ള കാര്യത്തിൽ ഏറെക്കുറെ ഒരു ഉറപ്പുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം നേരത്തെ തന്നെ വെനസ്വേലയുടെ കാര്യത്തിൽ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞതുപോലെ ചെയ്തിരുന്നു. വെനസ്വേലയുടെ കാര്യത്തിൽ ഇടപെടും, മദൂറോയെ അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കുമെന്ന് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചു. അതുപോലെ തന്നെ ഡൊണാൾഡ് ട്രംപ് അത് ചെയ്തു. ഇപ്പോൾ ഇറാന്റെ കാര്യത്തിലും അത്തരത്തിലൊരു നീക്കത്തിലേക്കാണ് അമേരിക്ക പോകുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. ഇക്കാര്യത്തിൽ ഇറാന്റെയും റഷ്യയുടെയും നിലപാട് കൂടി ഇറാനും റഷ്യയും കൂടി ഇക്കാര്യത്തിൽ വലിയ രീതിയിൽ അമേരിക്കയുടെ നീക്കങ്ങൾ നിരീക്ഷിച്ച് വരികയാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം ഇറാനും റഷ്യയും അവരുമായി ചേർന്ന് നിൽക്കുന്ന രാജ്യങ്ങളെല്ലാം വളഞ്ഞിട്ട് ആക്രമിക്കുന്ന ഒരു രീതിയാണ് അമേരിക്ക സ്വീകരിക്കുന്നത്. അത്തരത്തിൽ ഇരു രാജ്യങ്ങളോടും ഏറ്റവും ചേർന്ന് നിൽക്കുന്ന ഒരു രാജ്യമാണ് ഇറാൻ. അതുകൊണ്ട് തന്നെ ഇറാനിലേക്ക് ഒരു ആക്രമണം കൂടി നടത്തിയാൽ ഈ ഒരു അച്ചുതണ്ട് ഇറാൻ റഷ്യ അച്ചുതണ്ടിന് വലിയ രീതിയിലുള്ള ഒരു പ്രഹരമായിരിക്കും അത് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഒരു തിരിച്ചടിയും അമേരിക്കയുടെ ഭാഗത്തുനിന്ന് ഇത്തരത്തിലൊരു നീക്കമുണ്ടായാൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ശ്രീജ. അഭിലാഷ് ആദാശനാണ് വിവരങ്ങൾ നൽകിയത് ന്യൂസ് ഡെസ്കിൽ നിന്ന്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.